അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മുറാദി യാ മുറാദി യാ മുറാദി മുറാദി ഷാ ഖദീറുല്ലാഹ് മുറാദി വശൗഖി അൻത യാ ഖുത്ബൽ സമാനി വജൂദി മൗഹറുല്ലാഹി സുൽത്താനി. സ്നേഹനിധികളായ സഹോദരങ്ങളെ, നാം വുളു ചെയ്യാൻ ഒരുങ്ങുകയാണ്. വുളു എന്നാൽ ശുദ്ധീകരണമാണ്. ശുദ്ധീകരണം രണ്ട് തരത്തിലുണ്ട്. ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു തആല സയ്യിദു ത്വായിഫ മഹാനവറുകൾ പറയുന്നത് അൽ അദബു അദബാനി, അദബ് രണ്ട് തരം, അദബു സിരി അദബുൽ അലാനിയ. രഹസ്യമായ അദബ്, പരസ്യമായ അദബ്. രഹസ്യമായ അദബ് എന്നാൽ ത്വഹാറത്തുൽ ഖൽബി മിനൽ ഉയൂബ്, മനസ്സ് ന്യൂനതകളിൽ നിന്ന് വൃത്തിയാവുക. രണ്ടാമത്തെ അദബ് ഹിഫ്ളുൽ ജവാരിഹി മിനൽ ദുനൂബ്, ദോഷങ്ങളിൽ നിന്ന് അവയവങ്ങളെ സംരക്ഷിക്കുക. ഈ രണ്ട് അദബും പാലിച്ചുകൊണ്ടായിരിക്കണം നിസ്കാരത്തിൽ പ്രവേശിക്കേണ്ടത്. വുളു രണ്ടാമത്തെ അദബ് പാലിക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടതാണ്. അവയവങ്ങൾ ദോഷങ്ങളിൽ നിന്ന് വൃത്തിയാക്കുക എന്ന ഒരു വലിയ ദൗത്യമാണ് വുളുയിലൂടെ നടക്കുന്നത്. ശുദ്ധീകരണമാണത്. ശുദ്ധീകരണം ആകുമ്പോൾ നാം പതിവാക്കി വന്നതനുസരിച്ചുള്ള ചില ക്രിയകളാണ് ചെയ്യുന്നതെങ്കിൽ അത് ശുദ്ധീകരണമാവുകയില്ല. അത് പതിവ്, ശീലം നടപ്പാക്കി എന്ന് മാത്രമാണ് അതുകൊണ്ടുണ്ടാകുന്നത്. ഓരോ അവയവവും വൃത്തിയാക്കുമ്പോൾ ആ അവയവം കൊണ്ട് ചെയ്ത ദോഷങ്ങൾ പൊറുപ്പിക്കപ്പെടുന്നു. പൊറുപ്പിക്കപ്പെടണമെന്ന ചിന്തയുണ്ടാകണം. അപ്പോഴാണ് അവയവങ്ങൾ ദോഷങ്ങളിൽ നിന്ന് സംരക്ഷിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, വുളു എടുക്കുന്നവൻ വായിൽ വെള്ളം കൊപ്പിച്ചാൽ വായ കൊണ്ട് ചെയ്ത ദോഷങ്ങൾ അവൻ്റെ വായയിൽ നിന്ന് പുറത്തു പോകും. മുഖം കഴുകുമ്പോൾ കണ്ണിൻ്റെ രണ്ട് പോളകൾക്കടിയിലൂടെ തഖ്റുജു മിൻ തഹ്തി അശ്ഫാരി ഐനി, കണ്ണിൻ്റെ രണ്ട് പോളകളുടെ അടിയിലൂടെയായിരിക്കും ദോഷങ്ങൾ പുറത്തു പോകും. മുഖം കൊണ്ടും കണ്ണുകൊണ്ടും മറ്റും ചെയ്ത ദോഷങ്ങൾ അങ്ങനെ പുറത്തു പോകും. കൈ കഴുകിയാൽ കൈകൊണ്ട് ചെയ്ത ദോഷങ്ങൾ തഖ്റുജു മിൻ തഹ്തി ഔഫാരി യദി, കൈയിൻ്റെ നഖങ്ങളുടെ താഴ്ഭാഗത്തിലൂടെയായിരിക്കും പുറത്തു പോകും. തല തടവുമ്പോൾ ചെവിയിലൂടെയാണ് ചെയ്ത ദോഷങ്ങൾ പുറത്തു പോകും. കാല് കഴുകുമ്പോൾ കാലിൻ്റെ നഖങ്ങളിലൂടെയാണ് കാൽ കൊണ്ട് ചെയ്ത ദോഷങ്ങൾ പുറത്തു പോകും. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു ജനങ്ങൾ വുളു ചെയ്ത വെള്ളം നോക്കി അവർ ചെയ്ത ദോഷങ്ങൾ കാണുമായിരുന്നു. നായയുടെയും പന്നിയുടെയും ഒക്കെ രൂപങ്ങളിൽ ജനങ്ങൾ വുളു ചെയ്ത വെള്ളം ഒഴുകുന്ന ഭാഗത്ത്
അവർ ചെയ്ത ദോഷങ്ങൾ അതിലൂടെ ഒഴുകിപ്പോകുന്നത് വ്യത്യസ്ത ജീവികളുടെ രൂപത്തിൽ കാണുമായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിസ്സംശയം നമ്മുടെ ദോഷങ്ങൾ വുളു എടുക്കുന്ന വെള്ളത്തിലൂടെ ഒഴുകിപ്പോകും, തീർച്ചയാണ്. അതിനെന്ത് വേണം സഹോദരങ്ങളെ? ആ ഒരു ബോധവും അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണയും വുളു ചെയ്യുന്ന സമയത്ത് നമുക്കുണ്ടാകണം. എല്ലാ ഇബാദത്തുകളും അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നത് ദിക്ർ നിലനിർത്താൻ വേണ്ടിയാണ്. അഖിമിസ്സലാത്ത ലിദിക്രി, നിസ്കാരം നിലനിർത്തുക എന്നെ സ്മരിക്കാൻ വേണ്ടി. അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയാണ് എല്ലാ ഇബാദത്തുകളുടെയും അടിസ്ഥാനം. നിശ്ചയമായും നാം വുളു ചെയ്യാനൊരുങ്ങുമ്പോൾ ആ സ്മരണ നമുക്ക് നിർബന്ധമാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തഹൂറ. അല്ലാഹുവിനെ ഓർത്തു മുഖം കഴുകുമ്പോൾ നിയ്യത്ത് വെക്കും, ചൊല്ലാനുള്ള ദിക്ർ ചൊല്ലും. ആ സമയങ്ങളിലെല്ലാം അല്ലാഹുവിനെ ഓർത്തുകൊണ്ടാണ് നാം ഓരോ അവയവവും കഴുകുന്നത്. ആ സ്മരണ നിലനിൽക്കണം. ആ സ്മരണ നിലനിന്നാൽ പോരാ, അള്ളാഹുവിൻ്റെ മഹത്വവും ഗാംഭീര്യവും നമ്മുടെ മനസ്സിൽ സജീവമായിരിക്കണം. അങ്ങനെ നാം വുളു എടുക്കാൻ തുടങ്ങിയാൽ നിസ്സംശയം നമ്മുടെ വുളു കാരണം നമ്മുടെ അവയവങ്ങൾ ചെയ്ത ദോഷങ്ങളെല്ലാം വുളുവിൻ്റെ വെള്ളത്തിലൂടെ ഒഴുകിപ്പോകും. ഇസ്ബാഹുൽ വുളു, വുളു പൂർത്തിയാക്കിയെടുക്കുക വളരെ പ്രധാനപ്പെട്ട ഒരമലാണ്. വുളു പൂർത്തിയാക്കിയെടുക്കുന്നതിൽ അതിൻ്റെ ഏറ്റവും വലിയ പൂർണ്ണത എന്നത് ദിക്ർ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ സജീവമാവുക എന്നത്. ആ ഓർമ്മ സജീവമാക്കിക്കൊണ്ട് നാം വുളു ചെയ്യുമ്പോൾ ഈ രീതിയിൽ നമ്മുടെ അവയവങ്ങൾ ദോഷങ്ങളെ തൊട്ട് സംരക്ഷിക്കപ്പെടും. അത് പരമാവധി പൂർത്തിയാക്കിയെടുക്കുക. ഒരുപാട് മഹത്വങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാനം ചെയ്ത ഒരമലാണ് പ്രയാസങ്ങളുള്ളപ്പോൾ വുളു പൂർത്തിയാക്കിയെടുക്കുക. നല്ല തണുപ്പുള്ള സമയങ്ങളിൽ വുളു പൂർത്തിയാക്കിയെടുക്കാൻ പ്രയാസമുണ്ടാകും. ആ സമയത്ത് പൂർത്തിയാക്കിയെടുക്കുക. മുഖം പൂർത്തിയാക്കി കഴുകുക. താടിയുടെ ഉള്ളിലേക്ക് വെള്ളം ചേർക്കുക. ഹബ്ബദൽ മുത്തഖല്ലിലൂന ഫിൽ വുളൂഇ വബഅദ ത്വആം. വുളൂവിൻ്റെ സമയത്തും ഭക്ഷണം കഴിച്ചതിന് ശേഷവും ഇടകൾ വൃത്തിയാക്കുന്നവർക്ക് എല്ലാവിധ ഉപഹാരങ്ങളും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. വുളൂഇൽ ഇടകൾ വൃത്തിയാക്കുക എന്നാൽ താടി, വിരലുകൾക്കുള്ള ഇടകൾ, കയ്യിൻ്റെയും കാലിൻ്റെയും വളരെ പ്രധാനപ്പെട്ട സുന്നത്തുകളാണ്. നഷ്ടപ്പെടുത്താതിരിക്കാൻ നാം ശ്രമിക്കണം. ഭക്ഷണത്തിന് ശേഷം പല്ലിൻ്റെ ഇടകളിലുള്ള ഭക്ഷണാവശിഷ്ടങ്ങൾ വൃത്തിയാക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇൻഷാ അല്ലാഹ് വുളൂഇൽ മിസ്വാക്ക് ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് പറയാം. കൈ കഴുകുമ്പോൾ മുട്ടുൾപ്പെടെ കൈകൾ നിർബന്ധമാണ്. തോളം കൈയിൽ എത്ര കണ്ട് നമുക്ക് ഉയർത്തി കഴുകാൻ കഴിയുമോ അതനുസരിച്ച്
ആ ഭാഗങ്ങളെല്ലാം നാളെ മഹ്ശറിൽ പ്രകാശിക്കും. കാല് തണ്ടങ്കാലിൻ്റെ പകുതി വരെ ഉയർത്തി കഴുകിയാൽ അവിടം വരെ പ്രകാശിക്കും. സതുദ്ഔന യൗമൽ ഖിയാമത്തി ഉർറൻ മുഹജ്ജലീൻ. നാളെ നിങ്ങളെ കൈ കാൽ മുഖങ്ങൾ വെളുത്തവർ, പ്രകാശിക്കുന്നവർ എന്നായിരിക്കും മഹ്ശറിൽ വിളിക്കപ്പെടുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങളെ, ഈ രീതിയിലെല്ലാം വുളു പൂർണ്ണമാകാൻ അനിവാര്യമായിട്ടുള്ളത് നമുക്ക് ആരുടെ മുമ്പിലാണ് ഞാൻ നിൽക്കാൻ പോകുന്നത്? അള്ളാഹുവിൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കാൻ പോകുന്നത്. അള്ളാഹുവിൻ്റെ മഹത്വവും അള്ളാഹുവിൻ്റെ ഗാംഭീര്യവും ആ ബഹുമാനവും നമ്മുടെ മനസ്സിൽ സജീവമായി നിൽക്കണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോഴാണ് വുളൂഇന് വേണ്ടി നാം ചെയ്യുന്ന ഈ കഴുകലുകൾ, അത് ഉമ്മയും ഉപ്പയും ഉസ്താദുമാരും നേരത്തെ ശീലിപ്പിച്ച ശീലം മാത്രം അല്ലാതെ ഒരാരാധനയായി മാറുകയും, അതല്ലെങ്കിൽ പെട്ടെന്ന് വരുന്നു, മറ്റു ചിന്തകളോടെ കൈകാലുകൾ കഴുകുന്നു, ഇരിക്കാൻ പോകും. അല്ലാഹുവിനെക്കുറിച്ചുള്ള സ്മരണകളില്ലാതെ ആ കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് ഈ അവയവങ്ങൾ കൊണ്ട് ചെയ്ത ദോഷങ്ങൾ പൊറുപ്പിക്കാൻ സാധ്യമല്ല. ആ ചിന്ത സജീവമാകാൻ അവിടെയാണ് സഹോദരങ്ങളെ നമുക്കൊരു ശൈഖിൻ്റെ അനിവാര്യത. അങ്ങനെ ഒരു ചിന്ത സജീവമാകാൻ ശൈഖ് വേണം. പരിശുദ്ധമായ കലിമത്ത് തൗഹീദ് അങ്ങിങ്ങായി എവിടെ നിന്നോ കേട്ട് പഠിച്ചാൽ പോരാ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ ശൃംഖല ചെന്നെത്തുന്ന ഒരു ശൈഖിൽ നിന്ന് നമുക്ക് ലഭിക്കുകയും അതുകൊണ്ട് നിരന്തരമായ അധ്വാനത്തിൽ ഏർപ്പെടുകയും ചെയ്യുമ്പോൾ അല്ലാഹുവോടുള്ള മഹത്വവും ആ ബഹുമാനവും ആ ഗാംഭീര്യവും ഒക്കെ നമ്മുടെ മനസ്സിൽ സജീവമാകുന്നു. നിസ്കരിക്കാനൊരുങ്ങുമ്പോൾ, അല്ലെങ്കിൽ അള്ളാഹുവിനെ ദിക്ർ ചെയ്യാനൊരുങ്ങുമ്പോൾ, ഇബാദത്ത് ചെയ്യാനൊരുങ്ങുമ്പോൾ ആ ചിന്ത വീണ്ടും നമ്മുടെ മനസ്സിൽ സജീവമാകും. അങ്ങനെ ആ സജീവതയോടെ, ആ സജീവമായ ആ മനസ്സോടെ നാം വുളൂഇൻ്റെ കർമ്മങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഈ പറഞ്ഞതെല്ലാം സംഭവിക്കുന്നു. അതിന് യോഗ്യനായ ശൈഖ് ആര്? ബഹുമാനപ്പെട്ട നായിബ് ഖുത്ബുസ്സമാൻ ശൈഖ് നിസാമുദ്ദീൻ സുൽത്താൻ ഷാ ഖാദിരി ചിശ്തി മഹാനവറുകളെ സമീപിച്ചാൽ നമ്മുടെ മനസ്സ് എത്ര തന്നെ മലിനമയമാണെങ്കിൽ പോലും വൃത്തിയാക്കി നമ്മുടെ മനസ്സിനെ അള്ളാഹുവിൻ്റെ ദിക്റിൽ ലയിപ്പിക്കാൻ മഹാനവറുകൾക്ക് കഴിയും. പരിശുദ്ധമായ കലിമ, ആ കലിമ നമ്മുടെ മനസ്സിൽ ഊട്ടി ഉറപ്പിക്കാൻ മഹാനവറുകൾക്ക് സാധിക്കും. സഹോദരങ്ങളെ, മഹാനവറുകളെ സമീപിക്കുക, നമ്മുടെ ആരാധനകളുടെ മാധുര്യം വീണ്ടെടുക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.